ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ 𝙑𝙞𝙙𝙚 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അൺബോക്സിങ് ചെയ്യാൻ ആക്ച്വലി പോകുന്നത് നമ്മൾ കുറച്ച് കാലം മുമ്പ് ഫീ മണി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആപ്പ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫെഡറൽ ബാങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഈസിയായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു, ഒരു ആപ്പായിരുന്നു അത്. ശരിക്കും ജൂപ്പിറ്റർ ആപ്പ് പോലെ നമ്മൾ മുമ്പും പരിചയപ്പെട്ടിട്ടുണ്ട്. ജൂപ്പിറ്റർ ആപ്പ് പോലെ സെയിം തന്നെയായിരുന്നു. ഫെഡറൽ ബാങ്കിൽ നമുക്ക് ഇതുപോലെ സീറോ ബാലൻസ് അക്കൗണ്ട് ഇൻസ്റ്റൻ്റ്ലി 1 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്നൊരു ആപ്പായിരുന്നു ഇതും. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് സംഭവമൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്തിരുന്നു, ഫ്രീ ആയിട്ട് തന്നെ വിസ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്തിരുന്നത്. അത് നമുക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ ബോക്സ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വന്നിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി പാക്കേജൊക്കെ വന്നിട്ടുണ്ട്. താഴെയായിട്ട് ഫീ മണി കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇത് അടുത്ത് കാണിച്ചു തരാം ബോക്സ്. പിന്നെ നമുക്ക് ഓൾറെഡി ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ബോക്സ് വേറെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോമിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നല്ലൊരു പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകും. നമുക്ക് സ്റ്റിക്കേഴ്സ് അവൈലബിൾ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാർഡിൽ തന്നെ ഇത്രയധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല അത് നമുക്ക് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എന്തായാലും. നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ ഫ്രീ ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡിലേക്കൊക്കെ പോകണം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാനായിട്ട് മുമ്പ് നമ്മുടെ ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആകാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് മുമ്പ് ഷെയർ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, ജസ്റ്റ് പോയി ഫോളോ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫീൻ്റെ നമുക്ക് കാർഡ് വന്നേക്കുന്ന ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു വെറൈറ്റി ബോക്സിങ് തന്നെയാണ്. അത്യാവശ്യം ഇതിൻ്റെ കൂടെ വേറൊരു പാക്കേജിങ് മുകളിലൊരു പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു, സീൽഡ് പോലെ. നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു സാനിറ്റൈസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് പരിചയപ്പെടാൻ ഒരു ബ്ലാക്ക് ചെറിയ പഞ്ചിലായിരിക്കുന്നത് ഹോല ഹേദർ ഹൗഡി ഹലോ ഹായ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഭാഷയിൽ ഹലോ എന്നുള്ളതിൻ്റെ ഭാഷയാണ്. പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫീൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ടിയർ ടു ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ഓൺ ഫീ എന്ന് കൊടുത്തിട്ടുണ്ട്. TNC അപ്ലൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോർ എൻക്വയറീസ് care@fee.money എന്ന് കൊടുത്തിട്ടുണ്ട്. www.fee.money എന്ന് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഷ്യൂഡ് ബൈ ഫെഡറൽ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം അല്ലേ. നല്ലൊരു പാക്കേജിങ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പാക്കേജിങ്. എന്തായാലും നമുക്ക് എന്തായാലും പാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ടിയർ ചെയ്യാനുള്ളൊരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കാണിച്ചെന്ന പോലെ. അത് കൊള്ളാം, നല്ല നീറ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര നല്ലൊരു ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ കുറേ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ് ഉണ്ട്, ബോക്സിൻ്റെ ഉള്ളിൽ ബോക്സ്. അപ്പോൾ കാർഡ് ഈ ബോക്സിലാണ്. നല്ലൊരു വെറൈറ്റി സാധനം കേട്ടോ. ഫെഡറൽ ബാങ്കിൻ്റെ ഇഷ്യൂഡ് ബൈ ഫെഡറൽ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയൊരു ബുക്ക്ലെറ്റ്, എന്തോ ഒരു കോമിക്സ് പോലെ എന്തോ കൊടുത്തിട്ടുണ്ട്. 5 പ്ലാൻ എ ഹോൾഡ് ആയിട്ടൊരു കോമിക്സ് തന്നെയാണെന്നുണ്ട്, ഒരു കോമിക് പോലത്തെ ഒരു സംഭവം. കൊള്ളാം. ഫീൻ്റെ ആപ്പ് വെച്ചിട്ട് നമുക്കൊരു കോമിക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു സ്റ്റിക്കറുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതെന്തൊരു ജസ്റ്റ് വർക്ക് ഹാർഡ് സ്പെൻഡ് ഹാർഡ് എന്നൊരു സ്റ്റിക്കർ തന്നെയാണ്. സ്റ്റിക്കർ കൊള്ളാം, അതും കൊള്ളാം. ഏതായാലും ബുക്ക്ലെറ്റ് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് നമ്മുടെ പാക്കേജിങ് നോക്കാം. നമ്മുടെ കാർഡ് ഫസ്റ്റ് തന്നെ പുറത്തേക്ക് ചടി വന്നു. ഞാനൊരു ഇങ്ങനത്തെ കാർഡ് സെലക്ട് ചെയ്ത് നമുക്ക് 2 കാർഡ് ഉണ്ട് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ആപ്പിൽ കയറിയിട്ട് ഇത് ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ആക്ടിവേറ്റ് യുവർ കാർഡ്, ഓപ്പൺ ഫീ ആപ്പ്, ടാപ്പ് ദിസ് ഐക്കൺ, ടാപ്പ് ഓൺ ദി സ്കാൻ QR കോഡ് എന്നൊരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകണം, നമ്മുടെ ആപ്പിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് കാർഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കാർഡ് തന്നെയാണ്. ബാക്ക് സൈഡിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഫെഡറൽ ബാങ്കിന് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സിഗ്നേച്ചറിൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല കാർഡ്, നല്ല നീറ്റ് കാർഡ് തന്നെയാണ്. NFC സപ്പോർട്ടുള്ളതാണ്. NFC എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ പേര് വൈഫൈ എന്ന് പറയാം. NFC സപ്പോർട്ട് ഉണ്ട്, എന്ന് വെച്ചാൽ ടാപ്പ് ഓൺ പേ, അതല്ലെങ്കിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് സപ്പോർട്ടുള്ളതാണ്. ഫീൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, കുഴപ്പമില്ല, നല്ല കാർഡ് തന്നെയാണ്. ഇനി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് പോകണ്ടേ. അപ്പോൾ നമുക്ക് ഒന്ന് ശരിയാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ മൊബൈലിലെത്തിയിട്ടുണ്ട്. മൊബൈലിൽ നമുക്ക് ഇനി പോകുന്നത് നമ്മുടെ ഫീ ആപ്പിലേക്കാണ്. അപ്പോൾ ഫീ ആപ്പ് അവിടെ പോയി ഫീ മണി എന്നാണ് ഫുൾ നെയിം. അപ്പോൾ ഫീ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി നമ്മൾ എന്തായാലും പാസ്വേഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫീൻ്റെ ഓപ്പൺ ആയി ഫെഡറൽ ബാങ്ക് ആയിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് പാസ്വേഡ് ഞാൻ ഓൾറെഡി നമുക്ക് ആപ്പിൽ കൊടുക്കാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് കാർഡിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് കാണാം നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് നമ്പർ കണ്ടിരിക്കും. അപ്പോൾ മുകളിൽ കാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സ്കാൻ QR കോഡ് എന്നിട്ട് കാണിക്കുന്നുണ്ടോ, ഹാസ് യുവർ ഡെബിറ്റ് കാർഡ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ സ്കാൻ QR കോഡ് സെക്ഷനിൽ എടുത്തിട്ട് അലോ ദിസ് ഒന്നും എടുത്തിട്ട് നമ്മുടെ ഈ കിട്ടിയ ഈ കാർഡ് ഉണ്ടല്ലോ, ഈ കാർഡ് നമുക്ക് ഇവിടെ വെച്ചു കൊടുത്താൽ മതിട്ടാ. ഉണ്ടോ, നമ്മൾ അത് സ്കാൻ ചെയ്തു. അപ്പോൾ തന്നെ വിളിച്ചു പ്ലീസ് എനാബിൾ യുവർ കാർഡ് ഫോർ POS ആൻഡ് ATM വിത്ഡ്രോവൽ. ടു ഡു ദിസ് ഹെഡ് ടു ദ കാർഡ് യൂസേജ് സെറ്റിംഗ് ആൻഡ് ഗോ ടു സെറ്റിംഗ്. അപ്പോൾ ഗോ ടു സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗോ ടു ഓൺലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് ഓണാക്കാം. അതുപോലെ സെക്യൂർ പിൻ ഞാൻ എടുത്തിട്ട് വരാം. ഇപ്പോൾ സേവ് യൂസേജ് സെറ്റിംഗ് ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് നമുക്ക് ഓണാക്കാം. അതിന് നമുക്ക് എല്ലാത്തിനും നമുക്ക് സെക്യൂരിറ്റി പിൻ കൊടുക്കണം കേട്ടോ. നമ്മുടെ ഒരു പാസ്വേഡ് പോലത്തെ ഒരു കൊടുക്കുന്നതാണ് നമ്മുടെ കാർഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ കോൺടാക്ട്ലെസ്സും എനേബിൾ ആയിട്ടുണ്ട്. ATM വിഡ്രോവലും നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അതിന് നമുക്ക് പച്ചത് അടിക്കേണ്ടി വരും. അല്ലാതെ നമുക്കിങ്ങനെ ഓരോ പക്ഷേ നല്ല ആപ്പ് എനിക്ക് ജൂപ്പിറ്ററിനെക്കാട്ടും കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയും കുറച്ചും കൂടി ഫീച്ചേഴ്സും കൂടുതലുള്ളതാണെന്ന് തോന്നുന്നത്. നമുക്ക് എനേബിൾ കാർഡ് സ്വൈപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ പോയിട്ട് നമുക്ക് സ്വൈപ്പിംഗ് ഉണ്ടല്ലോ, അതിനെ ഓണാക്കണമെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ഓണാക്കണം. ഇത് നമ്മൾ ഓൾറെഡി ഞാൻ കാർഡ് വരാത്തപ്പോൾ നമ്മുടെ കാർഡ് ഓഫാക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ POS ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ സെറ്റിംഗ്സ് ഓണാക്കണമെങ്കിൽ ഇത് അമർത്തിയാൽ മതി. അപ്പോൾ നമ്മളിത് ഓരോന്ന് ചെയ്യുമ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട്. കാർഡ് സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ കാണാം, റീസെറ്റ് ATM, പിന്നെ റിക്വസ്റ്റ് ന്യൂ കാർഡ് ഇതൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് കാർഡ് ഫ്രീസ് ഓഫ്, കാർഡിൻ്റെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസേബിൾ ചെയ്യാം. അല്ലെങ്കിൽ കാർഡ് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇത് അമർത്തണം. നമുക്ക് എന്തായാലും ഞാൻ കാണിക്കുന്നില്ല. അപ് ടു 6% ക്യാഷ് ബാക്ക് ഓൺ ഡെബിറ്റ് കാർഡ് ഉണ്ട്. നമുക്ക് ഷോപ്പ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സ്വിഗ്ഗി, സൊമാറ്റോ. അപ്പോൾ ഇപ്പോഴത്തെ ഓഫർ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഒരു നല്ല സംഭവമാണ്, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കാർഡ് കിട്ടാത്ത കാരണം. അപ്പോൾ നിങ്ങൾക്കൊരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂപ്പിറ്റർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എടുത്ത് നോക്കാവുന്ന ഒരു വേറൊരു കാർഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തന്നെയാണ്, സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് ഫീ മണി ഇട്ട. അപ്പോൾ ഫീ മണി ആപ്പ് കുറച്ചും കൂടിയും ജൂപ്പിറ്ററാണ് എനിക്ക് കുറച്ച് ഇഷ്ടമായി തോന്നി. ഇപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമായി തോന്നി. കുറച്ചുകൂടി അത് നമ്മുടെ ജൂപ്പിറ്റർ കുറച്ചും കൂടി ഒരു സിംപ്ലിസ്റ്റിക് ആണ്. ഒരു ഇത് പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോലെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടൈപ്പ് കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് രണ്ടും എന്ന് വെച്ചാൽ രണ്ടും സെയിം ഫീച്ചർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ആപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായത് ഫീ മണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫീ മണി ആപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ വീഡിയോ അത് കാണുക. അപ്പോൾ ഈസിയാണ്, ജസ്റ്റ് സീറോ ബാലൻസ് അക്കൗണ്ട് ഒരു മിനിറ്റിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.